മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണനും മഹാലക്ഷ്മിയും പറഞ്ഞത് പ്രകാരം മനസ്സില്ലാ മനസ്സോടെ കരുണയാണെങ്കിൽ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വന്ന പാടെ കരുണ തിരക്കുന്നുണ്ട്. അച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പ്ലാൻ എന്തായി? ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്നൊരു വാക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്തായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇനി ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോളോടായിരിക്കും പ്രതികാരം ചെയ്യുന്നത്. എൻ്റെ മോളുടെ ജീവൻ അവരെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട മോളെ, തൽക്കാലം ഇപ്പോൾ വേണ്ട, പിന്നീട് ചെയ്യാമെന്ന് പറയുമ്പോൾ കരുണയും സമ്മതിക്കുന്നുണ്ട്. കാരണം എനിക്ക് മരിക്കാൻ പേടിയാണ്. ശേഷം നമ്മുടെ കരുണയാണെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അതൃപ്തയാണ്. ഉണ്ണിയുടെ മുമ്പിലും നിയമത്തിന് മുമ്പിലും കണ്ണനും മഹാലക്ഷ്മിയും തന്നെ ഒറ്റിക്കൊടുക്കുമോ എന്ന പേടിയിൽ മുത്തശ്ശിയും പ്രതാപനും ഭയപ്പെട്ട് നിൽക്കുവാണ് എന്നാണ് കരുണ വിശ്വസിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല. കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയ കാര്യം മാർക്കോയേക്കായും കരുത്തനാണ് കണ്ണൻ എന്നുള്ള കാര്യവും കൈക്കരുത്തിൻ്റെ ചൂട് മറിഞ്ഞ് ആ ഒരു ഭയത്തിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ കരുണയ്ക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും കരുണ മാത്രമല്ല ഭയപ്പെടുന്നത്, അതുപോലെ തന്നെ മുത്തശ്ശിയും പ്രതാപനും ഭയപ്പെടുന്നത് കണ്ടിട്ട് കരുണയ്ക്ക് നാണക്കേടിൻ്റെ ഉച്ചാന്തലയ്ക്കായിട്ടുണ്ട്. ഇങ്ങനെ മാനം കെട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. എൻ്റെ അച്ഛനെ പറ്റി പറയുമ്പോഴും അച്ഛൻ എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എനിക്കത് പൂർണ്ണ പ്രതീക്ഷയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. പിന്നെ ഏക ഒരു പ്രതീക്ഷ കണ്ണേട്ടൻ നടക്കുന്നില്ല. ഉണ്ണിയേട്ടന് നന്നായിട്ട് നടക്കാനും സൗന്ദര്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം എൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായിപ്പോയല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ട് പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ കുറ്റപ്പെടുത്തുന്നു. നീയാ ഇതിനെല്ലാം കാരണക്കാരൻ, നീ എന്തിനാ ഇതെല്ലാം അറിഞ്ഞു വെച്ച് നമ്മുടെ മോളെ അങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടത്? അവൾ പറഞ്ഞത് കേട്ടില്ലേ? അന്നത്തെ ദിവസം കണ്ണൻ്റെ അച്ഛനോടൊപ്പം കണ്ണനും കൂടി പരലോകത്ത് പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൊച്ചായിരുന്നു അവിടെ രാജകുമാരിയായിട്ട് വാഴേണ്ടത്. എന്ത് ചെയ്യാനാ അമ്മ, ദൈവനിശ്ചയം ഇങ്ങനെ ആയിപ്പോയി. ഇത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ മേഘൻ എണീറ്റ് വരണം എന്നൊക്കെ പ്രതാപനും പറയുന്നു. അതേസമയം കരുണയ്ക്ക് അച്ചടക്കവും ഒരു ചിട്ടയൊക്കെ പഠിപ്പിക്കാനുള്ള കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ ഒരു തീരുമാനത്തിനോട് പൂർണ്ണ സപ്പോർട്ടാണ് മോഹിനി അമ്മയും. അത് അതേപോലെ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കമലേശ്വരം തറവാട്ടിലേക്ക് ആ ഒരു അതിഥി വരുന്നുണ്ട്. ആ അതിഥി ഇനി കുറച്ച് നാൾ അവിടെ തുടരുകയും ചെയ്യും. മറ്റാരുമല്ല, നമ്മുടെ മഞ്ജു ആണ്. സാഗറിനെ വിവാഹം കഴിച്ചതിന് ശേഷം ദുർഗയുടെയും ഉണ്ണിയുടെയും കരുണയുടെയൊക്കെ ബദ്ധശത്രുവായ മഞ്ജു കുറച്ച് ദിവസം കമലേശ്വരത്തേക്ക് നിൽക്കാനായിട്ട് വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവളിപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുകയാണ്. അപ്പം ജോലിയൊക്കെ ചെയ്യേണ്ട, അല്പം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. കണ്ണനും മഹാലക്ഷ്മിയും കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ മഞ്ജുവിനെ പെട്ടെന്ന് കണ്ടതും ദുർഗയ്ക്കും കരുണയ്ക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള ആശ്ചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് കണ്ണൻ വന്ന് പറയുന്നുണ്ട്, കുറച്ച് ദിവസം ഇനി മഞ്ജു നമ്മളോടൊപ്പം കാണും. മുമ്പത്തെ പോലെ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും ആരും പദ്ധതിയിടണ്ട. അങ്ങനെയെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ എന്ന് കരുണയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോഴത്തേക്കും കരുണ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. നേരം മഹാലക്ഷ്മിയോട് പറയുന്നു, ഇയാളെയും കൂട്ടിപ്പോയി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും വാ മഞ്ജു എന്ന് പറഞ്ഞ് നമ്മുടെ മഹിയാണെങ്കിൽ മഞ്ജുവിനെയും കൂട്ടി പോകുന്നു. തൊട്ട് പിന്നാലെ കണ്ണനും അങ്ങ് പോകുമ്പോഴത്തേക്കും ആകെ കലികെട്ട് നമ്മുടെ കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി രണ്ടും കെട്ട് ഇതുപോലെ തുടരുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ മോളെ, മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അപ്പോഴേ അറിയാം അവർ മോളെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, പറയാറായിട്ടുമില്ല. ഞാൻ കുറച്ച് മാറാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ വീണ്ടും കരുണയാക്കിയിട്ടേ അവർ രണ്ടാളും അടങ്ങുള്ളൂ. എന്താ മോള് തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് മാത്രം കിട്ടേണ്ട സൗഭാഗ്യം നിറഞ്ഞ ജീവിതമാണിപ്പോൾ അവൾ അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല. ഒളിച്ചോടിപ്പോയ നിങ്ങളുടെ മകൾക്ക് വരെ ഇപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയാകാൻ സാധിച്ചു. ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം. ആ കുഞ്ഞ് പുറലോകം കാണാൻ പാടില്ല. മോളെ, കണ്ണമ്മോൻ പറഞ്ഞത് കേട്ടില്ലേ? മഞ്ജുവിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ വെറുതെ വെച്ചേക്കില്ലെന്ന്. മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യമല്ല പറഞ്ഞത് മഹാലക്ഷ്മി. അവളുടെ കുഞ്ഞിനെ ഈ ഭൂമി കാണാൻ ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ ഒരുക്കുക. ഇനി എനിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കരുണയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടിട്ട് അവൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്നാൽ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ മാർക്കോയും കണ്ണനും അതുപോലെ അനന്തവും മറ്റാരും കരുണയെ വെറുതെ വിടത്തുമില്ല എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ദുർഗയും. മഹാലക്ഷ്മിയെ കണ്ണൻ്റെയും മോഹിനിയമ്മയുടെയും മുമ്പിൽ വെച്ച് വകവരുത്താൻ പോയ പ്രതാപന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്.
ചോര വരെ ഛർദ്ദിക്കേണ്ടി വന്നു. അതുപോലെ കണ്ണൻ്റെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നൊന്നും അറിയാതെ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാൻ പോകുന്ന കരുണയ്ക്ക് കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യവും അത് തടയാൻ നോക്കുന്ന കണ്ണനാണെങ്കിൽ ആ നിമിഷം തന്നെ അറ്റാക്ക് വന്ന് വീഴുമായിരിക്കും. കാത്തിരിക്കാം.